മനു, ഇപ്പോഴും യു എയിലെ ചില സ്ഥലങ്ങളിൽ നേരിയ തോതിലുള്ള ഡ്രോൺ ആക്രമണം ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പല സ്ഥലങ്ങളിലും ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് പുറത്ത് യു എയുടെ വ്യോമപാത ഭാഗികമായി അടച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും തുറന്നിട്ടുണ്ട്. നേരത്തെ സുരക്ഷാ നടപടിയുടെ ഭാഗമായാണ് വ്യോമപാത താൽക്കാലികമായി അടച്ചത്. കഴിഞ്ഞ ദിവസം ദുബായ് വിമാനത്താവളത്തിന് നേരെ ഒരു ആക്രമണം നടന്നിരുന്നു. ഈ ഡ്രോണാക്രമണത്തിൽ ദുബായ് വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് നേരെ ഇന്ധന ടാങ്കിൽ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഈ തീപിടുത്തം അണക്കാൻ സാധിച്ചു. എന്നാൽ അത് വിമാന സർവീസിനെ കാര്യമായി ബാധിച്ചിരുന്നു. വീണ്ടും തുടർച്ചയായി ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് പുറത്തെ വ്യോമപാത അടക്കാൻ തീരുമാനിക്കുകയും പക്ഷേ ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷം തന്നെ ആ വ്യോമപാത അധികൃതർ തുറക്കുകയും ചെയ്തു. ഇതിനിടെ ഫുജിയറിൽ വീണ്ടും ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഫുജിയറിലെ ഓയിൽ ഇൻഡസ്ട്രി കൊണ്ടാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ആർക്കും പരിക്കില്ല എന്നാണ് അധികൃതർ അറിയിച്ചത്. ഇവിടെ പ്രധാനമായും ഈ ഓയിൽ റിഗുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണോ കൂടുതലായി ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഓയിൽ റിഗുകൾ പോലെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇറാൻ ഡ്രോണാക്രമണം അല്ലെങ്കിൽ മിസൈൽ ആക്രമണം ഒക്കെ തന്നെ നടത്തുന്നത്. അതിന്റെ ഫുജിയറ ഓയിൽ സോണിലേക്ക് ഇത് തീർച്ചയായും മൂന്നാമത്തെ ആക്രമണമാണ് നടത്തുന്നത്. ദുബായ് വിമാനത്താവളത്തിന് നേരെയും 3 തവണയാണ് ഇതിനകം ആക്രമണം നടത്തിയത്. അത് കഴിഞ്ഞ ദിവസം ഇന്നലെ അബുദാബിയിൽ നടത്തിയ ഒരു മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഡ്രോണാക്രമണങ്ങൾ തുടർച്ചയായി അല്ലെങ്കിൽ ഇറാൻ നടത്തുന്നു എന്നത് ഈ രാജ്യത്ത് താമസിക്കുന്ന പ്രവാസികളെയും അവരുടെ സ്വദേശികളെയും ഒരുപോലെ ഭീതിയിലാക്കുകയാണ്. പക്ഷേ ജനജീവനമൊക്കെ സാധാരണ നിലയിലാണ്. പക്ഷേ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഈ ഡ്രോൺ ആക്രമണങ്ങൾ ഇവിടെ താമസിക്കുന്നവരെ കടുത്ത ഭീതിയിലാക്കുന്നുണ്ട്. ഏത് സമയവും ഒരു ആക്രമണം ഉണ്ടാകാം എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, നമ്മളിപ്പോൾ ഈ തിരികെ നാട്ടിലേക്ക് പോരാനുള്ള വലിയ ശ്രമങ്ങൾ പ്രവാസികൾ ഒരുപാട് പേർ നടത്തുന്നുണ്ടല്ലോ. പക്ഷേ വിമാന സർവീസുകൾ പൂർണ്ണസ്ഥിതിയിലാകാത്തത്, ഇടയ്ക്കിടയ്ക്ക് വ്യോമപാതകൾ അടയ്ക്കുന്നത്, വിമാനത്താവളങ്ങൾക്ക് നേരെ ആക്രമണം വരുന്നത്, ഇതൊക്കെ അവരുടെ മടങ്ങിവരവിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഈ വിമാന സർവീസുകളെ കുറിച്ച് ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണ്? തീർച്ചയായും വിമാന സർവീസുകൾ ഇപ്പോഴും പരിമിതമായ രീതിയിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ അത് പൂർണ്ണസ്ഥിതിയിലേക്ക് മടങ്ങി വരുന്ന ഒരു സാഹചര്യമാണ്, ഒരു സ്ഥിതിവിശ്വാസമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനിടക്കാണ് ഇപ്പോൾ ഇന്നലെ ഈ ദുബായ് വിമാനത്താവളത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുന്നതായിട്ട് ഭാഗമായി പുലർച്ചെ ഈ വ്യോമപാത താൽക്കാലികമായി അടക്കുന്നു, വീണ്ടും തുറക്കുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പോഴും പരിമിതമായ സർവീസുകൾ മാത്രമാണുള്ളത്. അത് ടിക്കറ്റ് കിട്ടാൻ വലിയ പ്രയാസമാണ്. ഉയർന്ന ടിക്കറ്റ് നിരക്കാണ് നാട്ടിലേക്ക് മടങ്ങാനോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനോ ഉള്ളത്. കാരണം പരിമിതമായ സർവീസുകൾ മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. അത് പൂർണ്ണസ്ഥിതിയിലെത്താൻ കൂടുതൽ വിമാന സർവീസുകൾ ആവാൻ ഇനിയും ദിവസങ്ങളെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.